കുട്ടീനെ അടിക്കാൻ പാടില്ലായിരുന്നു. എന്റെ മാട്രിമോണിയിൽ ആ കുട്ടീനെ കല്യാണം കഴിഞ്ഞത്. ഇതുപോലത്തെ പെണ്ണുങ്ങളെ കിട്ടാൻ യോഗ്യതയുള്ളവനാളിയൻ. കിഴക്കുന്ന് പെണ്ണ് വരുമെന്ന് പറഞ്ഞിട്ട് വെറുതെ സമയം കളയണ. സ്വാമി പറഞ്ഞല്ലോ വരുമെന്ന്. വരും വരും. മെയ്യഴക് കണ്ടിട്ട് പൂതി പരുത്ത് വരുമെന്ന് പറഞ്ഞതാ. അളിയ ഞാൻ സൂപ്പർ അല്ലേ? സൂപ്പർ. അളിയോ നിൽക്കളിയോ? രാമദേവൻ. ചോദിക്കാം. ചേച്ചി ഒരു ചായ. അളിയ, മാട്രിമോണിയിൽ 2000 രൂപ കൊടുത്തിട്ട് ഈ ഫോട്ടോസ് കിട്ടിയത്. 1000 രൂപ അളിയാൻ കൊടുത്താൽ മതി, ബാക്കി ഞാൻ കൊടുത്തോളാം. അമ്മ അളിയനിൽ 2. അല്ല 1. തന്തയുണ്ടാക്കിയ കാശ് തിന്ന് തീർക്കാൻ ഒരു ഉളുപ്പില്ലാത്ത ഒരു ജന്തു. കിട്ടിയ മരോനും ചെളിയോ നമ്മളെ 2 ആളി മെൻഷൻ ചെയ്തിട്ടുണ്ട്. അളിയ കല്യാണം കഴിച്ച അളിയനെ പോലെ ഭാര്യ വീട്ടിൽ താമസിക്കേണ്ടി വരുമോ? ഞാൻ നിൽക്കൂലോട്ടാ. കല്യാണം കഴിഞ്ഞാലല്ലേ. അച്ഛനെ ടീച്ചർ കാണണമെന്ന് പറഞ്ഞു. ടീച്ചറാവും. എന്താ ചെയ്യ? നിങ്ങളുടെ ചന്തം കാണാനല്ല, കുട്ടിയുടെ ഈ മാസത്തെ ഫീസ് കൊടുത്തിട്ടില്ല. കൊടുത്തോളാം. എവിടെ നിന്ന് എടുത്ത് കൊടുക്കും? ഒരു തരി വളമുണ്ട് അളിയ മൂക്കിന്. ഉണ്ട് ഉണ്ട്. മൂക്കല്ല, അത് വേണ്ടളിയ. വളം വേണ്ട. നോക്കി. വളവല്ല, വിളവ്. നല്ല മൂത്ത വിളവ്. അളിയ, ഫീസ് കൊടുക്കാനുള്ള കാശാ മാട്രിമോണിയിൽ കൊടുത്തത്. അയ്യാ, നിങ്ങളെ കൊണ്ട് എന്തിനു കൊള്ളാം മനുഷ്യ. ഇതൊക്കെ ഇത് കൊള്ളാല്ലേ അളിയ? ചക്ക വീണപ്പോ മൊയല് ചത്തതാന്ന് മാത്രം. ചക്ക ഉപ്പേരിയാണോ? ശർക്കര വരട്ടിയും കൂടി ഉണ്ടല്ലോ. എപ്പോഴും തീറ്റ തീറ്റ. അമ്മേ ചോറ്. വേറെ പണിയൊന്നുമില്ലല്ലോ, വിളമ്പി വെച്ചിട്ട് പോരെ. നേരത്തെ യൂണിയൻകാരൻ ഷിബുനെ കണ്ടു. പക്ഷെ അവൻ ചോപ്പ് തലയിലാണ് കെട്ടിയേക്കണ്. വരവ് കിഴക്കുന്ന തന്നെയാ. പെണ്ണിലെ യൂണിയൻകാരാ എന്തുകൊണ്ട് ഈ പറയണ്? ചോന്ന ചരട് അല്ലേ? അപ്പോ ചോപ്പ് വേണം, ചോപ്പ് വേണം. മതി പണ്ടറം. ഞാൻ ബംഗാളിന്നല്ല ചേട്ടാ. അല്ലേ? ഞാൻ ചാർക്കട്ടാ. ഓ, അപ്പൊ ഉഡായ്പ കൂടി പഠിച്ചാൽ പക്ക മലയാളിയായി. എന്നാ പിടിച്ചേ. ഇച്ചിരി കൂടിട്ടാ. ഞാൻ ഇപ്പം അധികം കഴിക്കാറില്ല. എന്നാ
അല്ലാതെ ഉണ്ണിയോട്ടൻ ചങ്ങാതിയാ കാര്യങ്ങൾ അന്വേഷിക്കാൻ വന്നേച്ചു. ബിവറേജിൽ പോകുമെന്ന് പറഞ്ഞാൽ അമ്മ ചീത്ത പിടിക്കും. ഇവനെ കൊണ്ടാ വാങ്ങിപ്പിച്ചത്. അതിന് ബംഗാളിയല്ലേ? ഇക്ക ഏത് വഴിക്ക് വന്ന് പ്രതി എൻ്റെ ചരടിൻ്റെ കാര്യം ചരട് കിഴക്കെന്ന് പറയുമ്പോ സൂര്യൻ പൊന്തുന്ന സ്ഥലം. അതിപ്പോ ഇവിടുന്ന് നോക്കിയാ കിട്ടുന്ന് തോന്നുന്നില്ല. വടക്ക് നോക്കി എന്തെങ്കിലും അറിയും. അത് വടക്കല്ലേ അറിയാൻ പറ്റുള്ളൂ. നമുക്ക് കിഴക്കല്ലേ വേണ്ടത്. പടിഞ്ഞാറ് കോട്ട എവിടെയാണെന്നറിയാം. എന്നാ പിന്നെ കിഴക്കറിയാലോ. ഒറ്റ മിനിറ്റ്. ഇവിടുന്ന് അറബികളുടെ ശബ്ദം കേൾക്കണം. അത് മരം മുറിക്കുന്ന ചേട്ടാ. ഉണ്ണിക്കുട്ടാ, നിനക്ക് വേണ്ടി ഏതറ്റം വരെ ഈ പ്രതി പോവും. വാ. ദാ, ആരും തെറ്റിദ്ധരിക്കണ്ട. കുപ്പി നമുക്കൊരു ഭാരമല്ലോ. ഞാൻ പിടിച്ചറിഞ്ഞില്ലേ കുപ്പി? മൂത്ത മുതിർന്ന ഒരാളെ കൊണ്ട് കുപ്പി ചോപ്പിക്കേ ഞാൻ സമ്മതിക്കില്ല. നടക്കലാണ്. കുപ്പി ഒറ്റയ്ക്ക് അടിച്ചതേ. കിഴക്ക് എവിടെ പോയി വിളിച്ചാലും നമ്മള് കണ്ടുപിടിക്കുണ്ണേ. കിഴക്ക് കിഴക്കൊരാന പന്നണിഞ്ഞ് നിൽക്കണ്. യെസ്. ഒന്നുകൂടി പാട് ഉണ്ണേ, ഒന്നുകൂടി പാട്. ചെമ്പയിലൊന്നല്ലോ അല്ലേ? പാട്, ഒന്നുകൂടി പാട്. കിഴക്ക് കിഴക്കൊരാന. ഓ, എവിടെ പോയിട്ടാ? ഞാൻ കിഴക്കങ്ങാടി വരെ പോയിട്ടോ. എവിടെ പോയിട്ട്? കിഴക്കങ്ങാടിയില്. ചരട്. അതെന്നെ ആളിട്ടാ. ഇതൊരു തള്ളയല്ലേ? നീ പിന്നെ ഇളം പ്രായമാണ്. ഒരു കാര്യം ചോദിച്ചോട്ടെ, ഈ ചരട് ചെളി പുരണ്ട് മഞ്ഞേതല്ലേ? നീ ഏതടാ? ഇത് അതിനുള്ള ഉത്തരമല്ല. പോടാ. നിങ്ങൾ ഒളിച്ചോടരുത്. ജീവിത പ്രശ്നമാണ്. കൂടെ വരില്ലേ? എന്നെ കൈവിടിയല്ലേ? എന്തുട്ട് മോനുട്ടാ? ചക്കര. അയ്യോ അയ്യോ അയ്യോ, പ്രതിയെ അടിച്ചു. എങ്ങനെയുണ്ട്? നല്ല സുഖണ്ട്. ചോര അമ്മ ഐശ്വര്യായി. ചോര വന്നു. ആ, അപ്പൊ അടുത്ത് കണ്ട് മേടിച്ചോളാ.